വഴിയിൽ കാണുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ പെറുക്കി നടക്കുന്ന ഈ ഷുട്ടു ഒരു തടാകത്തിന്റെ അടുത്തെത്തി. പക്ഷേ ഷുട്ടുവിന്റെ കൈവിട്ട് അവന്റെ കയ്യിലെ കൊട്ട വെള്ളത്തിലേക്ക് വീണു. സാധനങ്ങളൊക്കെ പോയെങ്കിലും ഷുട്ടു ആ കൊട്ടയ്ക്കുള്ളിലൂടെ നോക്കിയപ്പോൾ തടാകത്തിന്റെ അടിഭാഗം കാണുന്നു. അവൻ അത് നന്നായി തുടച്ച് അതിൽ തലയിട്ട് നോക്കി. അതിന്റെ ഉള്ളിലെ തല കുടുങ്ങി പോകുമെന്ന് വിചാരിച്ച് അത് മുറിച്ച് പശ തേച്ച് ഒരു മുഖംമൂടി പോലെ വെച്ചു. പക്ഷെ ശ്വാസം എടുക്കാൻ പറ്റാതെ ഷുട്ടു അത് വലിച്ചെറിഞ്ഞു. അവൻ അടിഭാഗം കണ്ടേ അടങ്ങൂ എന്ന് വിചാരിച്ച് ഒരു ചെടിയുടെ തണ്ടെടുത്ത് മുഖംമൂടിയിൽ ഫിറ്റ് ചെയ്തു. എന്നാൽ അടിയിലേക്ക് പോയപ്പോൾ അവന് വെള്ളത്തിൽ മുങ്ങിപ്പോയി. അപ്പോ അവൻ കുറച്ചുകൂടെ നീളമുള്ള തണ്ടെടുത്ത് ഫിറ്റ് ചെയ്ത് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. പക്ഷെ നീളം കൂടുതലായതുകൊണ്ട് അത് വളഞ്ഞ് വെള്ളത്തിലേക്ക് തന്നെ വീണു. വെള്ളം കുടിച്ച് വയറ് നിറഞ്ഞ ഷുട്ടു അടുത്ത ഐഡിയ നോക്കി. അപ്പതേ വെള്ളത്തിലൂടെ ഒരു മരക്കഷ്ണം ഒഴുകി പോകുന്നത് കണ്ടു. അവൻ അതില് വട്ടത്തിൽ ഓട്ടയുണ്ടാക്കി തണ്ട് അതിലൂടെ ഇട്ട് വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങി. ഷുട്ടു വെള്ളത്തിന്റെ അടിയിൽ മനോഹരമായ കാഴ്ചകൾ കണ്ട് നീന്തിപ്പോയി. അവൻ ഒരു പായലിന്റെ അടുത്തേക്ക് പോയി. ഇലകൾക്ക് കണ്ണും മൂക്കും ഉണ്ടായിരുന്നു. ഷുട്ടുവിനെ കണ്ട് അവര് പേടിച്ച് നാല് പുറത്തേക്കും പോയി. അവൻ വെള്ളത്തിനടിയിൽ ഒരുപാട് വിചിത്രമായ ജീവികളെ കണ്ടു. ഒടുവിൽ അതിന്റെ പിന്നാലെ പോയപ്പോൾ ഒരു വലിയ സാരി ഉടുത്ത പോലെയുള്ള മീനിനെ കണ്ടു. അതിന്റെ തൊലി മഴവില്ല് പോലെയുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ അച്ഛൻ അവനെ വലിച്ചുകൊണ്ട് കരയിലേക്ക് പോയി. കാരണം ആ മീൻ ഷുട്ടുവിനെ തിന്നാൻ വന്നതായിരുന്നു.